ആഡ് ചെയ്യണം. ഇപ്പം നമ്മൾ ക്വസ്റ്റ്യനിൽ എന്താ ഉള്ളത്, ഫ്രം ദ ലെഫ്റ്റ് ഓഫ് ദ ആൽഫബറ്റ്, ലെഫ്റ്റും റൈറ്റും അയച്ചില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ക്വസ്റ്റ്യനിലെ അവസാനം എന്താണോ ചോദിച്ചാൽ ആടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. നമുക്ക് അവസാനം ചോദിച്ചാൽ ലെഫ്റ്റാണ്. ലെഫ്റ്റിൽ നിന്ന് 5ാമതും റൈറ്റിൽ നിന്ന് 10ാമതും എന്നാണ് ചോദിച്ചില്ല. ഇങ്ങനെയാണ് നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യേണ്ടത്, ലെഫ്റ്റ് ചെയ്യണം, പിന്നെ റൈറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ആഡ് ചെയ്യുകയോ വേണ്ടത്. ഇവിടെ ലെഫ്റ്റും റൈറ്റും ചോദിച്ചാൽ അപ്പോൾ ആഡ് ചെയ്യാം. അപ്പോൾ 10 + 5 15. 15 എന്ന് നമ്മൾ ഈ ചോദ്യയിൽ പറയുന്നത് O ആണ്. അപ്പോൾ ഇതിൻ്റെ ആൻസറാണ് നമ്മൾ O. അതുപോലെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫൈൻഡ് ദ 13th ലെറ്റർ ടു ദ റൈറ്റ് ഓഫ് 7th ലെറ്റർ ഫ്രം ലെഫ്റ്റ് ഓഫ് ദ ആൽഫബറ്റ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ലെഫ്റ്റ് എന്ന് പറഞ്ഞത് 7, പിന്നെ റൈറ്റ് ഓഫ് 13th റൈറ്റ് എന്ന് വെച്ചാൽ അപ്പം 13 + 7. നമുക്കിവിടെ ലെഫ്റ്റ് റൈറ്റ് എന്ന് വെച്ചാൽ അപ്പോൾ പ്ലസ് ആണ്. അപ്പം പ്ലസ് ആണ് ഇത് ചെയ്യേണ്ടത്. ആൻസർ കിട്ടുക 20 എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും T20 ക്രിക്കറ്റ് T20 ആണ്. അപ്പോൾ ആൻസർ T. ഇനി ഈ ക്വസ്റ്റ്യൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ചോദിക്കുന്നത് ഫൈൻഡ് ദ 7th ലെറ്റർ ടു ദ റൈറ്റ് ഓഫ് 13th ലെറ്റർ ഫ്രം ദ റൈറ്റ് ഓഫ് ആൽഫബറ്റ്. രണ്ടും റൈറ്റ് പറഞ്ഞു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, മൈനസ് ചെയ്യേണ്ടത്. അപ്പോൾ 13 - 7 അപ്പോൾ എത്ര കിട്ടും, നമുക്ക് 6 കിട്ടും. ഇനി ഇതായിട്ടില്ല, ആൻസർ ആയിട്ടില്ല. ഇനി നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് ഒരു ലെറ്ററിൻ്റെ റൈറ്റിൻ്റെയും ലെഫ്റ്റിൻ്റെയും സമ്മ് 27 ആണെന്നറിയാം. അപ്പോൾ 27 - 6 ചെയ്യാം. അപ്പോൾ എത്ര ആൻസർ കിട്ടുക, 21 എത്രയാ, യുവർ ഏജ് എത്രയാ, യു. ഇതാ കണ്ട, യു ആണ് ആൻസറാണ്. ഇനി അടുത്ത് ഇത് ടൈപ്പ് 1 ആണ്, ഇത്രയും നേരം നമ്മൾ പറഞ്ഞത്. ഇനി അടുത്ത ടൈപ്പ് 2 എന്ന് പറഞ്ഞാൽ നമ്മൾ പെയറിംഗ് ആണ്. പെയറിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്കൊരു വേർഡ് കിട്ടി, മാനേജ് എന്ന് വെച്ചിട്ടുള്ളൊരു വേർഡ്. അപ്പോൾ മാനേജിന് നമുക്ക് എന്തെല്ലാം പെയർ ചെയ്യാൻ പറ്റും. നമ്മളിപ്പം ആൽഫബറ്റിക് സീരീസിൽ വരുന്നതാണ് നമുക്ക് പെയർ ചെയ്യാൻ പറ്റുക. ഇപ്പം MN അതിൻ്റെ നടുക്ക് A വന്നു, അതുകൊണ്ട് നമുക്ക് MN പെയർ ചെയ്യാൻ പറ്റില്ല. ഇനിയുള്ളത് എന്താ, എയും ഇയും. എൻ്റെ പൊസിഷനിൽ തന്നെയുള്ള ഫസ്റ്റ് പ്ലേസിൽ. പിന്നെ A കഴിഞ്ഞാൽ B C D E. ഇത് കറക്റ്റ് വരുന്നില്ലേ, B C D E ഈൻ്റെ പൊസിഷനിൽ തന്നെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എനും ഈനും പെയറാക്കാൻ പറ്റും. അതേപോലെ തന്നെ മദർ എന്ന് പറഞ്ഞിട്ട് ഇതിനെങ്ങനെ പെയറാക്കാൻ പറ്റുമോ, ഇതിനെ MMൻ്റെ പൊസിഷനിൽ തന്നെയാണുള്ളത്. പിന്നെ NOTQR ഇത് കറക്റ്റ് M-ഉം R-നെയും പെയറാക്കാൻ പറ്റും. M-ഉം R-നെയും മാത്രമേ ഇതിന് പെയറാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ റൂൾ 1 എന്ന് വെച്ചാൽ 2 റൂളുണ്ട്. പെയർ ക്യാൻ ബി മെയ്ഡ് ഫ്രം ബോത്ത് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സൈഡ്. ലെഫ്റ്റ് സൈഡിൽ നിന്നും റൈറ്റ് സൈഡിൽ നിന്ന് നമുക്ക് പെയറാക്കാൻ പറ്റും. പിന്നെ ഒരു ലെറ്ററിനെ കൊണ്ട് നമുക്ക് ഒന്ന് കൂടുതൽ പെയറാക്കാൻ പറ്റും. മെനി പെയർസ് ക്യാൻ ബി മെയ്ഡ് ഫ്രം 1 ലെറ്റർ. ഒരു ലെറ്ററിനെ കൊണ്ട് നമുക്ക് കുറേ പെയറാക്കാൻ പറ്റും. അത് നമ്മൾ ഈ ഒരു എക്സാമ്പിളിലാണ് നമുക്ക് മനസ്സിലാവും. എന്നാണ് എക്സാമ്പിൾ, സ്റ്റുഡൻറ്റ് എന്ന് വെച്ചിട്ടുള്ളൊരു വേർഡ് ആണ്. ഇനി അതിൻ്റെ അത് നമുക്ക് പെയറാക്കണം. അപ്പോൾ S കഴിഞ്ഞിട്ട് T വരും, അപ്പോൾ ST പെയറാവും. STU എസ്സും യുവും പെയറാവും. പിന്നെ ഉള്ളത് ടിയും യുവും പെയറാവും. പിന്നെ ഡിയും ഇയും പെയർ, ABCDE അല്ലേ. അപ്പോൾ ഡിയും ഇയും പെയറാവും. ഇതാണ് നമ്മൾ ലെഫ്റ്റ് എന്ന് നോക്കുമ്പോൾ പെയറാവുന്നത്. ഇനി എന്താ നമ്മൾ റൈറ്റ് എന്ന് നോക്കണം. റൈറ്റ് എന്ന് നോക്കുമ്പോൾ എന്തെല്ലാം പെയറാവുക, N-ഉം S-ഉം. നമുക്കിവിടെ നോക്കാം, ടിയും N-ഉം ഒന്നും പെയറാവില്ല. നമുക്ക് പെയറാകുന്ന N-ഉം S-ഉം. NOPQRS കറക്റ്റ് പൊസിഷനിലുള്ള. അപ്പോൾ N-ഉം S-ഉം റൈറ്റിൽ നിന്ന് പെയറാവും. അതാണ് നമുക്ക് റൂളിൽ ഇവിടെ പറഞ്ഞാൽ പെയർ ക്യാൻ ബി മെയ്ഡ് ഫ്രം ബോത്ത് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സൈഡ്. പിന്നെ ഇവിടെ എസ്സും യുവും പെയറാകുന്നുണ്ട്, പിന്നെ എസ്സും ടിയും പെയറാകുന്നുണ്ട്. അപ്പോൾ അതാണ് പറഞ്ഞത് മെനി പെയർ ക്യാൻ ബി മെയ്ഡ് ഫ്രം 1 ലെറ്റർ. ഇനി നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കാം. ടീച്ചർ എന്ന് പറഞ്ഞൊരു വേർഡ് കിട്ടി, അതിനെങ്ങനെ പെയറാക്കാം. ഇയും എച്ചും ഒരു പെയറല്ലേ, EFGH, ഇയും എച്ചും ഒരു പെയർ. പിന്നെ ഉള്ള CE, C കഴിഞ്ഞ് DE, അപ്പോൾ CE ഒരു പെയർ. അങ്ങനെ ഒരു പെയർ. ഇത് ലെഫ്റ്റ് സൈഡിൽ നിന്നാക്കിയേ, ഇത് ലെഫ്റ്റ്. ഇനി ഇവിടുന്ന് റൈറ്റ് നോക്കുന്നതാണെങ്കിലോ ഇതെന്താ വരുമോ, E കഴിഞ്ഞിട്ട് ഇവിടെ C കഴിഞ്ഞിട്ട് ഇവിടെ ഇയും എച്ചും C ആണുള്ളത്. അപ്പോൾ D ഇവിടെ വന്നാൽ ഇങ്ങനെയാണ് സിയും ഇയും പെയറാക്കാൻ പറ്റുമല്ലോ. അപ്പോൾ സിയും ഇയും നമ്മൾ പെയറാക്കിയൊന്നും കൂടി. അതാണ് നമ്മളെ റൂൾ 3, ഡിഫറെൻറ്റ് കൗണ്ടിങ് ഫോർ സിമിലർ പെയർ. സിമിലർ പെയർ വന്നിട്ട് നമ്മൾ ഡിഫറെൻറ്റ് കൗണ്ട് ചെയ്യണം. ഇനി അതേപോലെ തന്നെ ഇവിടെ മാനേജ്മെൻറ്റിൽ വരുന്നത്
ഇവിടെ മാനേജ്മെൻറ്റ് പെയറാക്കാൻ പറ്റുന്ന എയും ഇയും പെയറാക്കാൻ പറ്റും. എ കഴിഞ്ഞ് ബി സി ഡി ഇ. അപ്പോൾ എയും ഇയും പെയറാക്കാൻ പറ്റും. പിന്നെന്താ ഇവിടെയും എയും ഇയും പെയറാക്കാൻ പറ്റും. അപ്പോൾ അതെന്താ ഡിഫറെൻറ്റ് കൗണ്ട് ചെയ്യണം. എയും ഇയും സിമിലർ ആണെന്ന് വെച്ചിട്ട് ഒരോട്ടം മാത്രം പെയറാക്കി കൗണ്ട് ആക്കാൻ പറ്റില്ല, 2 വട്ടം തന്നെ കൗണ്ട് ആക്കണം. പിന്നെ ഉള്ളത് എക്സിസ്റ്റൻസ്. ഇതാണ് നോക്കേണ്ടത്. ഇവിടെ EXISTENCE ഇങ്ങനെയുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് പെയറാക്കാൻ പറ്റുന്ന എസും ടിയും പെയറാക്കാൻ പറ്റും. പിന്നെ ഉള്ളത് ഇവിടെ ഉള്ളത് എക്സ് തുടങ്ങിയിട്ടുണ്ട്. നമ്മളിവിടെ YZ പിന്നെ ABCD അങ്ങനെ നമ്മൾ ചെയ്യാൻ പാടില്ല. അങ്ങനെ നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ എന്താണോ തന്നത് അത് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അല്ലാണ്ട് ഇപ്പോൾ ഇവിടെ എക്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് റൂൾ പറയുന്നതെന്ന് വെച്ചാൽ ഡോണ്ട് സ്റ്റാർട്ട് ഫ്രം സ്റ്റാർട്ടിങ് വെൻ ആൽഫബറ്റ് എൻഡ് വൈൽ പെയറിങ്. ആൽഫബറ്റ് എൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റാർട്ടിങ് ഒട്ടിച്ച് തുടങ്ങാൻ പാടില്ല. നമുക്ക് ക്വസ്റ്റ്യനിൽ എന്താണോ തന്നത് അത് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെയാണ് എസും ടിയും പെയറാവും. പിന്നെ വരുന്നത് എന്താ ഇവിടെ സിയും ഇയും പെയറാവും. നമുക്കിവിടെ നേരത്തെ സിയും ഇയും പെയർ അയച്ചില്ലേ, അങ്ങനെ സിയും ഇയും റൈറ്റ് സൈഡിൽ നിന്ന് പെയറാവും. അങ്ങനെ ടോട്ടൽ 2 പെയർസാണ് ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ എക്സാമിനേഷൻ എന്ന് പറയുന്നത് ഇവിടെ ഇയും ഐയും പെയറാവും. EFGHI അങ്ങനെ ഇയും ഐയും പെയറാവും. പിന്നെ റൈറ്റ് സൈഡ് നോക്കുന്നതാണെങ്കിൽ എന്നും ഒ LMNO ഉള്ളത് എന്നും ഒവും പെയറാവും. ഇതാണ് നമ്മുടെ ടൈപ്പ് 3 ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ടൈപ്പ് 3 എന്ന് പറഞ്ഞാൽ ഒരു വേർഡ് നമുക്ക് തന്നിട്ടുണ്ടാവും. ഇപ്പോൾ നമുക്ക് തന്നത് എന്താ ഡിസ്റ്റർബൻസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വേർഡ്. ഇനി ആ വേർഡിൽ നിന്ന് നമ്മുടെ ഫസ്റ്റ് ലെറ്റർ, ലാസ്റ്റ് ലെറ്റർ, 6th 8th ലെറ്റർ, ഈ 4 ലെറ്റർ യൂസ് ചെയ്ത് ഒരു മീനിങ് ഫുൾ വേർഡ് നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. ഇതാണ് നമ്മുടെ ടൈപ്പ് 3 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പം വരുക എന്താണ്, ഫസ്റ്റ് ലെറ്റർ എന്ന് പറഞ്ഞാൽ D, ലാസ്റ്റ് ലെറ്റർ എന്ന് പറഞ്ഞാൽ E. ഇനി അതിൻ്റെ അകത്ത് 6th 8th 6th ലെറ്റർ, അതിൻ്റെ അകത്ത് 6th ലെറ്റർ വരുന്ന ഏതാ R. അപ്പോൾ R. പിന്നെ 8th ലെറ്റർ വരുന്ന ഏതാ A. ഇതിനെ കൊണ്ട് നമ്മളൊരു മീനിങ് ഫുൾ വേർഡ് ഉണ്ടാക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിനെ കൊണ്ട് മീനിങ് ഫുൾ വേർഡ് ഉണ്ടാക്കാൻ പറ്റുന്ന DEAR ഡിയർ. പിന്നെ രണ്ടാമത്തെ READ റീഡ്. മൂന്നാമത്തെ DARE ഡെയർ. ഈ 3 ലെറ്റർ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എക്സാമിനേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വേർഡ് കാണിച്ച് അതിൻ്റെ ഫസ്റ്റ് 3rd 4th 6th ഇതിനെ കൊണ്ട് നമ്മൾ വേർഡ് ഉണ്ടാക്കണം. അപ്പോൾ ഫസ്റ്റ് ലെറ്റർ എന്ന് പറയുന്നത് എന്താണ് E, 3rd ലെറ്റർ എന്ന് പറഞ്ഞാൽ A, 4th ലെറ്റർ എന്ന് പറഞ്ഞാൽ M, 6th ലെറ്റർ എന്ന് പറഞ്ഞാൽ N. ഇതിനെ കൊണ്ട് നമ്മൾ വേർഡ് ഉണ്ടാക്കണം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ NAME നെയിം. സെക്കൻഡ് വരുന്നത് MANE മെയിൻ എന്ന് പറഞ്ഞാൽ ഈ കുതിരേൻ്റെ നെക്കുമ്മിലെല്ലാം ഹെയർ ഉണ്ടാവില്ലേ, അതിനാണ് മെയിൻ എന്ന് പറയുക. തേർഡ് എന്ന് പറഞ്ഞാൽ MEAN മീൻ. MEAN മീൻ. ഇതാണ് നമ്മുടെ തേർഡ് വേർഡ്. ഇനി നമ്മളെ ഫോർത്ത് ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഡിക്ഷണറി സീക്വൻസ്. ഡിക്ഷണറി സീക്വൻസ് നമുക്ക് കണ്ടുപിടിക്കാൻ സിമ്പിളാണ്. ഫസ്റ്റ് നമ്മൾ ഡിക്ഷണറിയിലെ വേർഡ് എങ്ങനെ ഉണ്ടാവുക അറിയണം. ഡിക്ഷണറിയിലെ വേർഡ് എന്തായാലും ആൽഫബറ്റിക് ഓർഡറിലാണ് ഉണ്ടാവുക. ഇപ്പോൾ ഇതിനകത്ത് കൊടുത്തതിലെല്ലാം W ആണ് ഫസ്റ്റ് വേർഡ്. അപ്പോൾ പിന്നെ നമ്മൾ സെക്കൻഡ് ലെറ്ററാണ് നോക്കേണ്ടത്. സെക്കൻഡ് ലെറ്ററിൽ എവിടെയെങ്കിൽ A വരുന്നുണ്ടോ, സ്റ്റാർട്ടിങ് A അല്ലേ, അപ്പോൾ A. അപ്പോൾ വാട്ടിൽ A വരുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് വാട്ട്. പിന്നെ സെക്കൻഡ് ലെറ്റർ എന്ന് പറയുന്നത് E ആണ് വരുന്നത്. A കഴിഞ്ഞിട്ട് E വരുന്നുണ്ട്, അപ്പോൾ വേറ്. പിന്നെ വരുന്നത് A കഴിഞ്ഞിട്ട് ഏതാണ്, A കഴിഞ്ഞിട്ട് E വന്ന്, E കഴിഞ്ഞിട്ട് അടുത്ത ലെറ്റർ ഏതാ I ആണ്. അപ്പം വിച്ച് വന്ന്, പിന്നെ I കഴിഞ്ഞിട്ട് ഏതാണെന്നുള്ളത് O. അപ്പോൾ ഇവിടെ ഉണ്ട്, ഇവിടെ WHO ഉണ്ട്, WHOSC ഉണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് O വന്നത് O മാത്രമേ ഉള്ളൂ. അപ്പം ഹൂ എഴുതുക ഫസ്റ്റ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഹൂം ഉണ്ട്. ഇവിടെ എമ്മും എസ്സും ഉള്ള, ഇതിനകത്ത് ഫസ്റ്റ് വരുന്ന ഏതാ M. അപ്പോൾ ഹൂം എഴുതി. പിന്നെ അത് കഴിഞ്ഞിട്ട് SC ഹൂസ് എഴുതി. പിന്നെ Y